അവസാനം നാം പഠിച്ചത് എന്ത് ഉദ്ദേശത്തോടെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതെന്നാണ്. നാം കണ്ടു, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ സ്വരൂപം അവനിൽ കൂടെ പ്രദർശിപ്പിപ്പാൻ, അതുപോലെ അവൻ വാഴാൻ, അതേപോലെ അവനെ മണ്ണിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച ഒരു ശരീരമുണ്ട്. അപ്പോൾ തന്നെ അവനൊരാത്മാവുണ്ട് ദൈവത്തോട് പ്രതികരിക്കാൻ. എന്നാൽ ദൈവം എന്തുദ്ദേശത്തോടെയാണ് നമ്മളെ സൃഷ്ടിച്ചത്, അത് നിറവേറ്റുന്നോ ഇല്ലയോ എന്നുള്ളത് നമ്മളിലുള്ള ഈ രണ്ട് വലികളിൽ ഏതിനോടാണ് നാം പ്രതികരിക്കുന്നത്? ഒരു മൃഗം അതിൻ്റെ ശരീരത്തിൻ്റെ വലിയോട് മാത്രമാണ് പ്രതികരിക്കുന്നത്. ഭക്ഷണം, ഉറക്കം, ലൈംഗികത, ഇതിൽ മാത്രമേ താല്പര്യമുള്ളൂ. അതിനെ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പം അതിൻ്റെ കാര്യം നോക്കും. എന്നാൽ ഒരു മനുഷ്യൻ അവൻ്റെ താല്പര്യം ഭക്ഷണത്തിലും ഉറക്കത്തിലും ലൈംഗികതയിലും അവൻ്റെ കുടുംബകാര്യങ്ങളിലും ഇതേക്കുറിച്ച് ചിന്തിക്കുക. അങ്ങനെ ഒരു മനുഷ്യൻ മൃഗം ചെയ്യുന്നതിൽ കൂടുതലായിട്ടൊന്നും ചെയ്യുന്നില്ല. എന്നാൽ ഒരു മനുഷ്യൻ പ്രതികരിക്കുമ്പം ആത്മാവിനോട്, അവന്റെ മനസാക്ഷിയുടെ ശബ്ദത്തോട് ദൈവം അവന്റെ മനസാക്ഷിയിൽ സംസാരിക്കുമ്പം, അപ്പോൾ അവൻ ആ മൃഗത്തിന്റെ നിലവാരത്തിൽ നിന്ന് ഉയർന്നു വരികയാണ്. ദൈവം ആഗ്രഹിച്ചതുപോലെ ഒരു ദൈവമകനായി ജീവിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഒത്തിരി ക്രിസ്ത്യാനികൾ ദൈവത്തിന്റെ വിളിയോട് പ്രതികരിക്കാതിരിക്കുന്നത്? അവരുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ആകാത്തത്, അവരുടെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കാത്തത്. കാരണം അവരിങ്ങനെ ചിന്തിക്കുന്നു, അവരുടെ സ്വന്തം ഇഷ്ടം ചെയ്താൽ, അവരെ തന്നെ പ്രസാദിപ്പിച്ചാൽ, അവരുടെ ജഡത്തിന്റെ മോഹങ്ങൾക്ക് അനുസരിച്ച് ജീവിച്ചാൽ അവർക്ക് സന്തോഷം കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഇത് പിശാചിന്റെ ഏറ്റവും വലിയ വഞ്ചനയാണ്. അവൻ ദൈവത്തെ വരച്ചു കാണിക്കുന്നത്, ദൈവം വരുന്നത് നമ്മുടെ ജീവിതം നശിപ്പിക്കാനും സന്തോഷം കവരാനും, നമ്മളെ യാതൊരു തരത്തിലുമുള്ള വിനോദമോ സന്തോഷമോ, അത് സത്യമല്ല. യേശു തന്റെ ജീവിതകാലത്ത് ഈ തെറ്റായ ചിത്രം മാറ്റാനാണ് ശ്രമിച്ചത്. ചരിത്രം നോക്കിയാൽ പിശാച് ഉപയോഗിക്കുന്ന ഒരു വലിയ ആയുധം ദൈവത്തെ ഇങ്ങനെ വരച്ചു കാണിക്കുകയാണ്. ദൈവത്തിന്റെ ഒരു തെറ്റായ ചിത്രം ആളുകളുടെ മുമ്പിൽ. അങ്ങനെ അവർ തങ്ങളുടെ ജീവിതം കർത്താവിന് സമർപ്പിച്ചു കൊടുക്കുകയില്ല. പകരം അവരതിനെ തടയും. അങ്ങനെ ദൈവത്തെ ഇങ്ങനെ വരച്ച് കാണിക്കുകയാണ്. അവൻ നിങ്ങളുടെ ജീവിതത്തിന്റെ സന്തോഷമൊക്കെ നശിപ്പിക്കുന്നവനാണോ, അല്ലെങ്കിൽ അരിഷ്ടനാക്കുന്നു. അങ്ങനെയെങ്കിൽ അവൻ ജയിച്ചു. ഇങ്ങനെയുള്ള ഒരു ദൈവത്തിന് മുമ്പിൽ ആര് തങ്ങളെ സമർപ്പിക്കും? ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ള മിക്ക ക്രിസ്ത്യാനികളും മറ്റ് മതങ്ങളിലുള്ളവരുടെ ജീവിതത്തിൽ ഇത് സത്യമാണ്. ഒരു ചിന്ത, ദൈവം നമുക്ക് കൂട്ടുകൂടാൻ പറ്റിയ ഒരാളല്ല, ദൈവം നമുക്ക് നന്മ ചെയ്യുന്ന ഒരാളല്ല. നിന്റെ ജീവിതം ഒരു പരാജയമായി മാറും. അതൊരു ഫോഷ്കാണ്. നാം ദൈവത്തിന്റെ സ്ഥാനാധിപതികളാണ്. അതിനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇത് പിശാചിന്റെ ഫോഷ്കാണെന്ന് തെളിയിക്കുന്നതിന് ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും നന്മയാണ് ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലും ചെയ്യരുത് എന്ന് അവൻ നിങ്ങളോട് പറയുമ്പോൾ അത് നിങ്ങളുടെ നന്മയ്ക്കാണ്. നമ്മളത് മനസ്സിലാക്കുന്നില്ലായിരിക്കാം. 1 വയസ്സ് പ്രായമായുള്ള ഒരു കുഞ്ഞിനോട് 2 വയസ്സുള്ള കുഞ്ഞ് മനസ്സിലാകില്ല നിങ്ങൾ എന്തുകൊണ്ടാണ് ആ പാമ്പിന്റെ അടുക്ക് കളിക്കരുതെന്ന് പറയുന്നത്. ഒരു കത്തി കൊണ്ടോ തീ കൊണ്ടോ നമുക്കറിയാം അത് ആ കുഞ്ഞിന് അപകടമാണ്. അത് ഉപയോഗിക്കാൻ അവൻ അറിയില്ല. ആ തീയോ കത്തിയോ അതവരെ മുറിപ്പെടുത്താം. എന്നാൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ആ കുഞ്ഞിന് അത് മനസ്സിലാവുമെന്ന്? അനുസരണക്കേട് കാണിച്ച് ആ കുഞ്ഞിന് പൊള്ളലേക്കാം. ഒരു കത്തി കൊണ്ട് അതിന് മുറിവേൽക്കാം, അല്ലെങ്കിൽ ഒരു ബ്ലേഡ് കൊണ്ട്. അവരനുസരിക്കാതെ, മനുഷ്യരും ഇതുപോലെ തന്നെയാണ്. ദൈവം നമ്മളോട് ചില കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറയുമ്പം ആ പ്രത്യേക കാര്യം നമ്മളെ നശിപ്പിക്കുമെന്ന് ദൈവത്തിന് അറിയാം. അത് ചെയ്യുമ്പോൾ ഒരു താൽക്കാലിക സന്തോഷം ഉണ്ടാകാം, എന്നാൽ ആത്യന്തികമായിട്ട് അത് നമ്മളെ നശിപ്പിക്കും. അതുകൊണ്ടാണ് ആ കാര്യം ചെയ്യരുതെന്ന് അവൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ദൈവം ആദാമിനോട് പറഞ്ഞത്, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ, ആ പ്രത്യേക വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുത്. അതിന് ഒന്നിൽ കൂടുതൽ കാരണങ്ങൾ നമുക്ക് നോക്കി കാണാനായിട്ട് കഴിയും. ഒരു തരത്തിൽ ദൈവം അവനെ പരീക്ഷിക്കുകയായിരുന്നു. അവൻ ദൈവത്തോട് പ്രതികരിക്കുമെന്ന്. ദൈവത്തിനൊരു മനുഷ്യനെ വിശുദ്ധനാക്കാൻ കഴിയില്ല. അവൻ തന്നെ വിശുദ്ധനാകാനുള്ള തെരഞ്ഞെടുപ്പ് എടുക്കുന്നില്ലെങ്കിൽ ദൈവം നമ്മെ നിർബന്ധിച്ച് വിശുദ്ധരാക്കുന്നില്ല. ദൈവം ആദാമിനെയും വിശുദ്ധനാകാൻ നിർബന്ധിക്കുന്നില്ല. അവൻ അതിന് ആഗ്രഹമില്ലെങ്കിൽ ആദം തന്നെ ആ തെരഞ്ഞെടുപ്പ് എടുക്കണം. ആദാമിനെ ഏദൻ തോട്ടത്തിലേക്ക് പറഞ്ഞു വിട്ടപ്പം
നിനക്കിഷ്ടമുള്ളതുപോലെ നീ ചെയ്തോ, നിനക്കിഷ്ടമുള്ളതൊക്കെ ഭക്ഷിച്ചോ, ഞാൻ നിന്നെ ഒന്നിനും തടയുന്നില്ല. എങ്കിൽ ആദാമിന് തെരഞ്ഞെടുക്കാനായിട്ട് ഒരു സാഹചര്യവും ഇല്ല. അവന് തെരഞ്ഞെടുക്കാൻ ഒന്നുമില്ലെങ്കിൽ അവന് വിശുദ്ധനാകാനും കഴിയില്ല. ദൈവം നമുക്ക് തെരഞ്ഞെടുക്കുവാനുള്ള അവസരം തരുമ്പോഴാണ് അപ്പോഴേ നമുക്ക് വിശുദ്ധരാകാൻ കഴിയും. എന്താണ് ആ തെരഞ്ഞെടുപ്പ്? ആദാം അനുഭവിച്ചത് അതിനോട് തുല്യമായ കാര്യമാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത്. ദൈവം ചില കാര്യങ്ങളെ അവിടെ സൃഷ്ടിച്ചിരിക്കുന്നു. വളരെ മനോഹരമായ ഒരു വൃക്ഷം, വളരെ മനോഹരമായ ഫലം, അത് ഒരു വശത്ത് നിൽക്കുന്നു. ഒരു സൈഡിൽ ദൈവം തന്നെ നിൽക്കുന്നു. അവന്റെ കൽപ്പന അതിൽ പങ്കാളിയാകരുത്. അങ്ങനെ ആദവും ഹവ്വയും ആ വൃക്ഷത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ അവര് ഇതിന് രണ്ടിനും ഇടയിൽ നിൽക്കുകയാണ്. ദൈവം സൃഷ്ടിച്ചതും സൃഷ്ടാവും. അവർക്കിവിടെ ഒരു തെരഞ്ഞെടുപ്പുണ്ട്. എന്താണ് നിനക്ക് വേണ്ടത്? നിനക്ക് സൃഷ്ടിച്ചതിനെയാണോ വേണ്ടത്, അതോ ദൈവത്തെ തന്നെയാണോ? എന്നാൽ ആദാം എന്താ തെരഞ്ഞെടുത്തതെന്ന് നിങ്ങൾക്കറിയാം. അവൻ സൃഷ്ടിയെ തെരഞ്ഞെടുത്തു. അതാണ് പാപത്തിന്റെ കാരണം. മനുഷ്യകുലത്തിൽ പിശാച് അവനെ പരീക്ഷിച്ചു. നീ സൃഷ്ടിയെ തെരഞ്ഞെടുക്കുക. പിശാച് അവളെ പരീക്ഷിച്ചത് അവിടെ ഭർത്താവിനെ കൊല്ലാൻ ഉള്ള പരീക്ഷണമായിരുന്നില്ല, അല്ലെങ്കിൽ അവന്റെ മുഖത്തടിക്കുക, അങ്ങനെയുള്ള ഒന്നും ആയിരുന്നില്ല, അല്ലെങ്കിൽ അവനെ അനുസരിക്കാതിരിക്കുക. അവൻ അവളെ പരീക്ഷിച്ചത് സൃഷ്ടിച്ചതിനെ തെരഞ്ഞെടുക്കാനാണ്. സൃഷ്ടാവിന് മേലെ അവനറിയാമായിരുന്നു അത്രയും മതിയെന്ന് അവളെ നശിപ്പിക്കാൻ. അവൾ ആ വൃക്ഷത്തിന്റെ ഫലം ആദാമിന് കൊടുത്തപ്പം അവനും ഒരു തെരഞ്ഞെടുപ്പ് ആവശ്യമായിരുന്നു. എന്നെ സൃഷ്ടിച്ചവനെ ഞാൻ തെരഞ്ഞെടുക്കണോ, അല്ലെങ്കിൽ അവൻ സൃഷ്ടിച്ച ഈ മനോഹര വസ്തുവിനെ? അവൻ ആ മനോഹര വസ്തുവിനെ തെരഞ്ഞെടുത്തു. അവനും അവന്റെ ജീവിതം നശിപ്പിച്ചു. എന്നാൽ ഇന്ന് നമ്മൾ ഈ തെരഞ്ഞെടുപ്പുണ്ട് നമ്മളിൽ എല്ലാവരും. ദൈവം സൃഷ്ടിച്ച ഒത്തിരി മനോഹരമായ കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ അതിൽ പല കാര്യങ്ങളും നിഷേധിക്കപ്പെട്ടവയാണ്. ഉദാഹരണത്തിന്, ദൈവം എല്ലാ സ്ത്രീകളെയും മോഹത്തോടെ നോക്കാനായിട്ട് നിങ്ങളെ അനുവദിച്ചിട്ടില്ല, അല്ലെങ്കിൽ വ്യഭിചാരം ചെയ്യാൻ, ലൈംഗികതയിൽ ഏർപ്പെടാൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ തന്നിട്ടുണ്ടോ? എന്നാൽ ദൈവം നിഷേധിച്ചതിനെ നിങ്ങൾ ആഗ്രഹിക്കുമ്പം നിങ്ങളുടെ ഭാര്യയല്ലാത്ത ആരെങ്കിലും നിങ്ങൾക്ക് ഒരു തെറ്റായ വിധത്തിൽ ലൈംഗികമായി ഉപയോഗിക്കുമ്പം നിങ്ങൾ ദൈവകൽപ്പനയെ നിഷേധിച്ച് സൃഷ്ടിയെ തിരഞ്ഞെടുക്കുമ്പോൾ ഹവ്വ എടുത്ത അതേ തിരഞ്ഞെടുപ്പാണ് നിങ്ങളും ചെയ്യുന്നത്. ദൈവം സൃഷ്ടിച്ച മനോഹരമായ ഒരു കാര്യത്തെ അവർ തിരഞ്ഞെടുത്തപ്പോൾ ദൈവത്തെയാണ് അവൾ തള്ളിക്കളഞ്ഞത്. അത് പണമാകും. ദൈവം സൃഷ്ടിച്ചതിൽ പണം വളരെ ആകർഷകമാണ്. എന്നാൽ ദൈവം ഒരിക്കലും ഉദ്ദേശിച്ചില്ല മനുഷ്യൻ അതിനുവേണ്ടി ജീവിക്കണമെന്ന്, അല്ലെങ്കിൽ അതിനെ ആരാധിക്കണമെന്ന്, അല്ലെങ്കിൽ അതിനെ ദൈവത്തിന് മീതെ തിരഞ്ഞെടുക്കണമെന്ന്. നിങ്ങൾക്കറിയാമോ എത്രയധികം ആളുകൾ, വിശ്വാസികളുടെ ഇടയിൽ തന്നെ പാസ്റ്റർമാരും പ്രസംഗകരും, ദൈവത്തിന് മീതെ പണത്തെ തിരഞ്ഞെടുക്കുന്നത്? അതിന് വളരെ ആകർഷണമുണ്ട്. ധനത്തിന് എന്താണ് ഈ ആകർഷണം? എന്തുകൊണ്ടാണ് ദൈവം നന്മകളുടെ ആവശ്യം ഇത്ര മനോഹരമായി സൃഷ്ടിച്ചത്? ദൈവത്തിന് വേണ്ടിയിരുന്നത് മനുഷ്യനെ ആ വൃക്ഷത്തിൽ പങ്കാളിയാകുന്നത് തടയുകയായിരുന്നെങ്കിൽ, അങ്ങനെയെങ്കിൽ അവൻ ഇങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നു. ആകർഷണമല്ലാതെ ആ മരത്തെ സൃഷ്ടിക്കാമായിരുന്നു. അറപ്പുള്ള തരത്തിൽ, ദുർഗന്ധമുള്ളതായിട്ട്, മുഴുവനും മുള്ളു നിറഞ്ഞത്, അങ്ങനെ എന്തെങ്കിലും. അങ്ങനെയെങ്കിൽ ആദവും ഹവ്വയും ഒരു തരത്തിലും അതിൻ്റെ അടുക്ക പോകില്ലായിരുന്നു. അങ്ങനെയെങ്കിൽ അവർ പരീക്ഷിക്കപ്പെടുകയില്ലായിരുന്നു. ദൈവം സൃഷ്ടിച്ച ഒരു വസ്തു ആകർഷണമില്ലാത്തതും അറപ്പുള്ളതും ദുർഗന്ധമുള്ളതുമാണെങ്കിൽ അതിനെ തള്ളിക്കളഞ്ഞ് ദൈവത്തെ തെരഞ്ഞെടുക്കുമ്പോൾ അതൊന്നും തെളിയിക്കുന്നില്ല. പരീക്ഷ ഇതാണ്. ദൈവം ഒരു വസ്തുവിനെ വളരെ വളരെ മനോഹരമായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങളുടെ മുഴുവൻ സത്തയും ഉണർന്ന് ആ ആകർഷണമായ വസ്തുവിന് നേരെ പ്രതികരിക്കുന്നു. അതിനോട് നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ് ദൈവത്തെ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ എങ്കിൽ നിങ്ങൾ വിശുദ്ധിയുടെ വഴിയിലാണ്. ഈ തെരഞ്ഞെടുപ്പില്ലാതെ ഒരാൾക്കും വിശുദ്ധനാകാൻ കഴിയില്ല. എന്ത് തെരഞ്ഞെടുപ്പാണ്? ആ തെരഞ്ഞെടുപ്പ് ഇതാണ്: എനിക്ക് എൻ്റെ സൃഷ്ടാവിനെ വേണം, അവൻ സൃഷ്ടിച്ചതിന് മീതെ. നിങ്ങൾക്കറിയുമോ, ഏബ്രഹാമിനെ പോലെ ഒരു മനുഷ്യൻ ആ തെരഞ്ഞെടുപ്പ് എടുക്കേണ്ടി വന്നു. ദൈവം അവനെ ആദ്യം വിളിച്ച ശേഷം 50 കൊല്ലം കഴിഞ്ഞ് ദൈവം അവനെ ആദ്യം വിളിച്ചപ്പോൾ ഈ മനുഷ്യൻ ഉൽപ്പത്തി 12 വായിക്കുന്ന പോലെ സുഖമായിട്ട് 75 വയസ്സുള്ള
അവന്റെ സ്വന്തം പട്ടണമായ ഹാരാനില് അവിടം വിട്ടുവരുവാൻ ദൈവം അവനെ വിളിച്ചു. അവിടുത്തെ സുഖങ്ങൾ, അവിടുത്തെ സുരക്ഷിതത്വം, അവിടെയുള്ള ഉല്ലാസങ്ങൾ, അവൻ വളർന്നു വന്ന ആ പട്ടണത്തിൽ അവൻ അവിടെയുള്ള വീടും സ്ഥലവും അങ്ങനെയുള്ള എല്ലാം കർത്താവിനെ അനുഗമിക്കാനായിട്ട്. അബ്രഹാം ഇവിടെ എന്ത് തീരുമാനമെടുക്കണം? ഇങ്ങനെ ആകർഷണമുള്ള എല്ലാ സൃഷ്ടിക്കപ്പെട്ട കാര്യങ്ങളും, അല്ലെങ്കിൽ ദൈവം എന്താ നിനക്ക് വേണ്ടി? ഏബ്രഹാം അനുസരിച്ചു. അതാണ് നമ്മളവിടെ വായിക്കുന്നത്. അവൻ അനുസരിച്ചിരുന്നില്ലെങ്കിൽ, ഹവ്വ പറഞ്ഞതുപോലെ അവൻ പറഞ്ഞിരുന്നെങ്കിൽ, ഇല്ല ഞാൻ ഈ സൃഷ്ടിക്കപ്പെട്ട കാര്യങ്ങളെ സ്നേഹിക്കും നിന്നേക്കാളധികം, നാം അബ്രഹാമിനെ കുറിച്ച് ഒരിക്കലും കേൾക്കില്ലായിരുന്നു. ദൈവം മറ്റാരെങ്കിലും തിരഞ്ഞെടുത്തന്നെ. 50 കൊല്ലത്തിന് ശേഷം ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ദൈവം അവനെ പിന്നെയും പരീക്ഷിച്ചു. യഥാർത്ഥത്തിൽ അവനെ അനേക പ്രാവശ്യം പരിശോധിച്ചു. എന്നാൽ എപ്പോഴും ആ പരീക്ഷ നിനക്ക് എന്താ വേണ്ടത്? ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. അവിടെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അബ്രഹാമിന്റെ ദാസന്മാരും ലോത്തിന്റെ ദാസന്മാരും തമ്മിൽ വസ്തുവകകളെ കുറിച്ചാണ് ആ തർക്കം. ആടുകളെ മേയ്ക്കാനുള്ള പുൽപ്പുറത്തെ സംബന്ധിച്ച് ആ നാളുകളിൽ അതിനായിരുന്നു വിലയുണ്ടായിരുന്നത്. കാരണം അവരുടെ സമ്പത്തെന്ന് പറയുന്ന ആടുമാടുകളായിരുന്നു. അതിനെ മേയ്ക്കാനുള്ള പുൽപ്പുറങ്ങൾ വേണമായിരുന്നു. ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്തായിരിക്കും ലോത്തിന്റെ നിലപാട് ഈ പ്രത്യേക സാഹചര്യത്തിൽ. എന്ത് നിലപാടാണ് അബ്രഹാം സ്വീകരിക്കാൻ പോകുന്നത്? അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ 2 ആളുകൾ തികച്ചും വ്യത്യസ്തമായ നിലപാടുകൾ എടുക്കുന്നത്. അവരുടെ മുമ്പിലുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ദൈവമാണോ അല്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ച ഈ എല്ലാ വസ്തുക്കളുമാണോ? നാം ഇവിടെ വായിക്കുന്നു, ലോത്ത് തന്റെ കണ്ണുയർത്തി സോദോമിലേക്ക് നോക്കി. അത് വളരെ മനോഹരമായ സ്ഥലമായിരുന്നു. അവനത് തിരഞ്ഞെടുത്തു. അവൻ പറഞ്ഞു, എനിക്കത് വേണം, എനിക്ക് ഈ ആകർഷമായ കാര്യം വേണം. അവിടെയുള്ള ആളുകളെ പാപത്തിൽ ജീവിക്കുകയാണ്. നാം അറിയുന്നത് പോലെ അവിടെ എല്ലാ തരത്തിലുള്ള പാപങ്ങളും വസിക്കുന്ന ഒരിടമാണ്. ഇവിടെ ലോത്ത് തന്റെ കുടുംബത്തെ കൊണ്ട് ആ സ്ഥലത്ത് പോയി ആ പാപമുള്ള ചുറ്റുപാടിൽ താമസിക്കാനാണ് തീരുമാനിക്കുന്നത്. എന്നാൽ അവിടെ ധാരാളം പണം സമ്പാദിക്കാൻ പറ്റിയൊരിടമാണ്. അതുകൊണ്ട് അവിടെ പോകാൻ അവൻ തീരുമാനിച്ചു. അതിന്റെ ഫലമെന്ന് പറയുന്നത് അവന്റെ ഭാര്യയെയും അവന്റെ മക്കളെയും അവന് നഷ്ടമായി. അവന്റെ ജീവിതവും നഷ്ടപ്പെടുന്നത് പോലെയായി. എന്നാൽ അബ്രഹാം, അവനായിരുന്നു മൂത്തയാളെങ്കിലും അവൻ പറഞ്ഞു, എനിക്ക് ദൈവത്തെ വേണം, ദൈവം എനിക്കായിട്ട് തിരഞ്ഞെടുക്കും, ഞാൻ എനിക്കായിട്ട് തിരഞ്ഞെടുക്കില്ല. അതുകൊണ്ട് അവൻ ലോത്തിനോട് പറഞ്ഞു, നീ ആദ്യം തിരഞ്ഞെടുത്തു കൊടുക്കാം. നീ ഇടത്തോട്ട് പോയാൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, നീ വലത്തോട്ട് പോയാൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം. ദൈവം എനിക്കായിട്ട് തിരഞ്ഞെടുക്കും. വേദപുസ്തകം പറയുന്നു ലോത്ത് തനിക്കായിട്ട് തിരഞ്ഞെടുത്തു. എന്താണ് അവൻ തിരഞ്ഞെടുത്തത്? ആദാം ചെയ്തതുപോലെ തന്നെയാണ്. നിർമ്മിക്കപ്പെട്ടതിനെ. അബ്രഹാം ദൈവത്തെ തിരഞ്ഞെടുത്തു. അവൻ ദൈവത്തെ തിരഞ്ഞെടുത്തതുകൊണ്ട് അവന് നഷ്ടമുണ്ടായില്ല. ദൈവം പറഞ്ഞു, അബ്രഹാമെ നീ എന്താ തിരഞ്ഞെടുത്തതെന്ന് അറിയാം, നീ എന്നെയാ തിരഞ്ഞെടുത്തത്. നീ അങ്ങനെ ചെയ്തതുകൊണ്ട് ഞാൻ നിനക്ക് ഈ ദേശം മുഴുവനും തരും, ലോത്ത് തിരഞ്ഞെടുത്ത ആ ദേശം ഉൾപ്പെടെ. നിങ്ങൾ ദൈവത്തെ ബഹുമാനിക്കുകയും അവനെ അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ നിനക്കൊരു നഷ്ടം ഉണ്ടാകത്തില്ല, ഭൗതിക കാര്യങ്ങളിൽ പോലും. യേശു തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ രാജ്യം മുന്നേ അന്വേഷിച്ചാൽ അവന്റെ നീതിയും അവന്റെ രാജ്യവും നിങ്ങൾക്ക് ഭൂമിയിൽ വേണ്ടിയ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടും. അതിന്റെ സമയത്ത് വേണ്ടിയ അളവിൽ. ഒത്തിരി തന്ന് നിങ്ങളെ നശിപ്പിക്കാനല്ല, നിങ്ങൾ പട്ടിണി കിടക്കത്തക്കവണ്ണം കുറച്ചുമല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര. അതൊരു പക്ഷേ പണമായിരിക്കാം, വീടാകാം, അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയതെല്ലാം ദൈവം നമുക്ക് തരും. എന്നാൽ അവൻ ആഗ്രഹിക്കുന്നു നമ്മൾ അവനെ തെരഞ്ഞെടുക്കണമെന്ന്. അത് ആദാം ചെയ്യണമെന്ന് അവൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടിയാണ് അവനെ സൃഷ്ടിച്ചത്. സൃഷ്ടിക്കപ്പെട്ട എല്ലാത്തിനും ഇത് നീ എന്നെ തെരഞ്ഞെടുക്കുമോ? അതാണ് അവൻ ആഗ്രഹിച്ചത്. അബ്രഹാമിൽ നിന്നും അത് തന്നെയാണ് അവൻ ആഗ്രഹിച്ചത്. എന്റെ പ്രിയ സ്നേഹിതന്മാരെ, ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, അതാണ് അവൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ദിവസവും നിങ്ങൾക്കൊരു തെരഞ്ഞെടുപ്പ് വേണം. ഇപ്രകാരം ഒരു തെരഞ്ഞെടുപ്പ് സൃഷ്ടിക്കപ്പെട്ടതും സൃഷ്ടിച്ച ദൈവവും തമ്മിൽ. അവൻ ആദാം എന്തെങ്കിലും നഷ്ടപ്പെടുത്തുമായിരുന്നോ? ദൈവത്തെ തെരഞ്ഞെടുത്തതിലൂടെ എന്തെങ്കിലും നഷ്ടം? എന്താണ് മനുഷ്യൻ പ്രതീക്ഷിക്കുന്നത്? ചെറുപ്പക്കാരായുള്ള ആളുകൾ വളർന്നു വരുമ്പം അവർക്ക് ഒരു ജോലി വേണം, അവർക്കൊരു വീട് വേണം, അവർക്കൊരു പങ്കാളിയെ വേണം. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ചെറുപ്പക്കാരായ ആളുകൾ വളർന്നു വരുമ്പം അവരുടെ 20 വയസ്സൊക്കെ ആവുന്ന സമയത്ത് ആദാമിനെ കുറിച്ച് ചിന്തിക്കുക. ദൈവം ആദാമിന് വേണ്ടി ഈ കാര്യങ്ങളിൽ കരുതിയോ? ഈ 3 മേഖലകളിലും ആദാമിന് വേണ്ടി അവൻ നിശ്ചയമായിട്ടും ചെയ്തു. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, ദൈവം ആദാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആ മനോഹരമായ തോട്ടം അവന് വീടായിട്ട് ഒരുക്കി.
ഏദൻ തോട്ടം എന്നുള്ള മനോഹരമായ വീട് അവന് വേണ്ടി ഒരുക്കി. അതിനുശേഷമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ജോലി ദൈവം അത് മുന്നേ കരുതിയിരുന്നു. ആദമിന് വേണ്ടി ഒരു ജോലി, ആ തോട്ടക്കാരന്റെ ജോലി. ഒരു വിവാഹ പങ്കാളി ദൈവം അത് മുന്നേ കരുതി. അവന്റെ ഭാര്യയാകാൻ വേണ്ടി ഒരു സ്ത്രീയെ ദൈവം സൃഷ്ടിച്ചു. ആദാം ദൈവത്തിന്റെ അവിടെയൊക്കെ പോയി എനിക്കിത് വേണമെന്ന് പറയേണ്ട വന്നില്ല. ഇതാണ് നമ്മളെ വേദപുസ്തകത്തിന്റെ ആരംഭത്തിൽ തന്നെ കാണുന്നത്. ദൈവം ആദാമിന്റെ ആവശ്യം അറിഞ്ഞു. ആദാം ചോദിക്കുന്നതിന് മുമ്പ് ദൈവം അവന് നൽകി. ആദാം ചോദിക്കുന്നതിന് മുമ്പ് അവന് വേണ്ടി ഒരു വീട് നൽകി, അവന് വേണ്ടി ഒരു ജോലി നൽകി, അവന് വേണ്ടി ഒരു വിവാഹ പങ്കാളി നൽകി. ദൈവം ഒരു നല്ല ദൈവമാണ്. അവൻ ഇന്നും അങ്ങനെ തന്നെയാണ്. അവൻ അവന്റെ മക്കൾക്കായി ഇതുപോലെ തന്നെ ഇന്നും പ്രവർത്തിക്കുന്നു. ഇന്നും നമ്മളവനെ വിശ്വസിക്കുന്നെങ്കിൽ അവൻ നമുക്കായിട്ട് കരുതുന്നത് ഏറ്റവും അത്യുത്തമമാണ്. വേദപുസ്തകം പറയുന്നു, ദൈവം ആദാമിന് ഒരു വിവാഹ പങ്കാളിയെ കൊടുക്കാൻ ആഗ്രഹിച്ചപ്പം അവൻ പറഞ്ഞു, ഞാൻ അവന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുക്കും. അതാണ് നമ്മളെ ഉൽപ്പത്തി 2-ാം അധ്യായം അതിന് 18-ാമത്തെ വാക്യം. ഞാൻ തക്കതായ ഒരു തുണയെ അവൻ ഉണ്ടാക്കി കൊടുക്കും. അതിനർത്ഥം അവന്റെ സ്വഭാവത്തോട് ഫിറ്റാകുന്ന ഒരാളെ അവൻ നൽകും. അവന്റെ രീതികളുള്ള, അവന്റെ ആവശ്യത്തിന് ഞാനൊരു തുണയെ ഉണ്ടാക്കും. അവന് കൃത്യമായിട്ട് യോജിക്കുന്ന ഒരാളെ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളെ ദൈവം ആദമിനെ സ്നേഹിച്ച പോലെ തന്നെ സ്നേഹിക്കുന്നുവെന്ന്? എന്റെ പൂർണ്ണ ഹൃദയത്തോടെ ഞാനത് വിശ്വസിക്കുന്നു. ഞാനൊരു ചെറുപ്പക്കാരനായിരുന്നപ്പോൾ അത് വിശ്വസിച്ചു. ഞാൻ വിശ്വസിക്കുന്നു ദൈവം എന്നോടുള്ള അവന്റെ വലിയ സ്നേഹം കാരണം ഒരു ഭാര്യയെ എനിക്ക് കൃത്യമായി ചേരുന്ന, എനിക്ക് എന്റെ സ്വഭാവത്തിന്, എന്റെ ആവശ്യത്തിന്, എന്റെ ശുശ്രൂഷയ്ക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇപ്പം ഞങ്ങള് വിവാഹം കഴിഞ്ഞിട്ട് 40 കൊല്ലമായി. എനിക്ക് പറയാൻ കഴിയും അത് 100% സത്യമായിരുന്നു. ദൈവം കൃത്യമായി എനിക്ക് വേണ്ടിയതാണ് നൽകിയത്. നിങ്ങൾ ദൈവത്തെ ബഹുമാനിക്കും, അവനെ അന്വേഷിക്കുകയും സൃഷ്ടാവിനെ തിരഞ്ഞെടുക്കുകയും സൃഷ്ടിക്കപ്പെട്ടതിന് മേലെ നിങ്ങൾക്ക് വേണ്ടി വെട്ടിപ്പിടിക്കുന്നില്ല. നിങ്ങൾ കണ്ടെത്തും, നിങ്ങൾക്കായിട്ടും അവൻ ചെയ്യും. അവൻ നിങ്ങൾക്കായിട്ടൊരു വീട് നൽകും, അവൻ നിങ്ങൾക്കൊരു ജോലി നൽകും, അവൻ നിങ്ങൾക്കൊരു പങ്കാളിയെ നൽകും. നിങ്ങൾക്ക് കൃത്യമായി യോജിക്കുന്ന ഒരാളെ. നിങ്ങൾക്ക് തന്നെ അതിലും മെച്ചപ്പെട്ട ഒന്നിനെ കാണാൻ കഴിയില്ല. കൂടുതൽ മെച്ചപ്പെട്ട വീട്, ജോലി, പങ്കാളി, അതാണ് നമ്മളിവിടെ കാണുന്നത്. മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നു. വേദപുസ്തകം പഠിപ്പിക്കുന്നു ദൈവം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നവനാണ്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും പൂർണ്ണമായിട്ടും തീർത്തു തരും. തന്റെ ധനത്തിനൊത്തവണ്ണം മഹത്വത്തോടെ ക്രിസ്തു യേശുവിൽ. നമുക്ക് വേണ്ടിയതെല്ലാം അവൻ തരുന്നില്ല. ഒരു മൂഢനായ പിതാവ് മാത്രമേ അവർ ചോദിക്കുന്നതെല്ലാം നൽകി കൊടുക്കത്തുള്ളൂ. ദൈവം നമ്മളെക്കാൾ വിവേകിയായ ഒരു പിതാവാണ്. നാം ചോദിക്കുന്നതെല്ലാം അവൻ നമുക്ക് നൽകുന്നില്ല. നാം പല പ്രാർത്ഥനകളെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, എന്നാൽ എല്ലാം നൽകുന്നില്ല. അവനില്ല എന്ന് പറയുന്നു. ഒരു നല്ല പിതാവ് ചെയ്യുന്ന പോലെ പല സമയത്തും കഴിയില്ല, നിങ്ങൾ ക്ഷമിക്കണം, ഞാനത് തരില്ല, എനിക്കത് സമ്മതിക്കാൻ കഴിയില്ല. എന്നാൽ നമുക്ക് ആവശ്യമുള്ളത്, ആദാമിന് വേണ്ടിയ കാര്യം, ദൈവം അവനെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ അതിനു വേണ്ടി കാര്യങ്ങളെല്ലാം അവൻ ചെയ്തിരുന്നു. അതാണ് മനോഹരമായ കാര്യം. ഇങ്ങനെയല്ല, അവനെ സൃഷ്ടിച്ചതിന് ശേഷം ഇവന് താമസിക്കാനായിട്ടൊരു സ്ഥലം ആവശ്യമാണല്ലോ, അങ്ങനെ അതിനുവേണ്ടി ഓർഡർ കിടക്കുക, അവനുവേണ്ടി ഒരു ഭാര്യ. ആദത്തിന് ഒരു ഭാര്യ വേണമെന്ന് ആദത്തിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ദൈവം പ്ലാൻ ചെയ്തിരുന്നു. ഹവ്വയെ സൃഷ്ടിച്ചത് പിന്നീടാണ്, എന്നാൽ അതേക്കുറിച്ച് ചിന്തിച്ചത് അതിനു മുമ്പാണ്. കാരണം അവരെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, ആദമിനെ തന്നെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അവൻ പറഞ്ഞു, മനുഷ്യനെ നമുക്ക് നമ്മുടെ സ്വരൂപത്തിൽ സൃഷ്ടിക്കാം, നമ്മുടെ സാദൃശ്യത്തിൽ. കാരണം ആദാമും ഹവ്വയും സൃഷ്ടിക്കുന്നതിന് മുമ്പേ അവരെക്കുറിച്ചുള്ള പദ്ധതി ദൈവത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അവിടെ നമ്മൾ കാണുന്നു, ആദാമിന് വേണ്ടിയതെല്ലാം ദൈവം മുൻകൂട്ടി പദ്ധതി ഒരുക്കിയിരുന്നു. അവനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്. അങ്ങനെ വിശ്വസിക്കുന്നത് ഒരു മനോഹരമായ കാര്യമാണ്. പല സമയത്തും നമ്മളെ പല ജീവിത സാഹചര്യങ്ങളിൽ നാം ചിലപ്പോൾ അത്ഭുതപ്പെടും. ദൈവം ഈ കാര്യത്തിന് ചില പരിഹാരങ്ങൾ
ഇപ്പം ഞാൻ അനുഭവിക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് മടങ്ങിപ്പോകുന്ന അത്ഭുതകരമാണ്. അവിടെ നമുക്ക് കാണാൻ കഴിയും, നമുക്കൊരാവശ്യം വരുന്നതിന് മുമ്പ് ദൈവത്തിന് അതിനായിട്ട് മുന്നേ ഒരു പദ്ധതിയുണ്ട്. ഒരു ദൈവവൈതലായിരിക്കുക എന്നുള്ളത് എത്ര മനോഹരമായ കാര്യമാണ്. 47 കൊല്ലമായിട്ട് ഞാനത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ദൈവവൈതലായിരിക്കുക എന്നുള്ളത് അത്ഭുതകരമായ കാര്യമാണ്. കാരണം ദൈവം ഒരുക്കിയിട്ടുണ്ട് നമുക്ക് വേണ്ടിയതെല്ലാം. എന്തു തന്നെയായാലും, ആത്മീകമോ ഭൗതികമോ ആയ, നിങ്ങൾക്കറിയാമോ, ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിക്കും ഒരു ദൈവവൈതലായിരിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇത്ര മനോഹരമായ ജീവിതം ആളുകൾക്ക് വേണ്ടാത്തത്? പിശാച് എങ്ങനെയൊക്കെയോ മനുഷ്യന് മുമ്പിൽ വരച്ചു കാണിച്ചു. ദൈവം വളരെ കഠിനനായ, ദയയില്ലാത്ത ഒരാളാണ്. നിങ്ങളുടെ ജീവിതം അവന് കൊടുക്കരുത്. നിങ്ങൾ നിങ്ങൾക്കായിട്ട് ജീവിച്ചാൽ നിങ്ങൾ കൂടുതൽ സന്തുഷ്ടനായിരിക്കും. അതൊരു ഫോഷ്കാണ്. ഞാൻ ചിന്തിക്കുന്നു നാം ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഈ കാര്യം ഊന്നി പറയണമെന്ന്. അതൊരു ഫോഷ്കാണ്. നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾക്കൊരു മെച്ചപ്പെട്ട ജീവിതം നയിക്കാം, നിങ്ങൾ നിങ്ങൾക്കായിട്ട് ജീവിച്ചാലെന്ന്. ദൈവത്തോട് അവിടുത്തെ ഇഷ്ടം എന്താണെന്ന് ചോദിക്കാതെ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏറ്റവും സന്തുഷ്ടനായ ക്രിസ്ത്യാനി അവരിങ്ങനെയുള്ളവരാണോ? ഞാൻ എൻ്റെ ജീവിതം പ്ലാൻ ചെയ്യണ്ട, എൻ്റെ ജീവിതത്തിനായിട്ട് ദൈവം പ്ലാൻ ചെയ്യട്ടെ. എനിക്ക് അവിടുത്തെ ഇഷ്ടം കൃത്യമായിട്ട് ചെയ്യണം. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സ്വഭാവം അറിയാമെങ്കിൽ, നിങ്ങൾക്കായിട്ട് കരുതുന്ന ഒരു സ്നേഹമുള്ള പിതാവാണെന്ന് നിങ്ങൾ സന്തോഷത്തോടെ അത് പറയും. എനിക്കത് 47 വർഷത്തിന് ശേഷവും പറയാൻ കഴിയും. ഞാനൊരു ചെറുപ്പക്കാരനായിരുന്നപ്പം, ഞാൻ 21 വയസ്സുള്ളപ്പോൾ ഇതിനാൽ പിടിക്കപ്പെട്ടു. ദൈവത്തിന് എൻ്റെ ജീവിതത്തെക്കുറിച്ച് പദ്ധതിയുണ്ട്. ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, ഇത് സാധ്യമാണോ? എൻ്റെ ഈ ചെറിയ അറിവ് വെച്ച്, അറിവില്ലാത്ത എനിക്ക് എൻ്റെ സൃഷ്ടാവ് ഉണ്ടാക്കിയതിനേക്കാൾ നല്ലൊരു പദ്ധതി എനിക്കുണ്ടാക്കാൻ. നിങ്ങൾ സമനില തെറ്റിയ ഒരാളായിരിക്കണം അങ്ങനെ ചിന്തിക്കാൻ. നിശ്ചയമായിട്ടും ദൈവത്തിന് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള നല്ല പദ്ധതി ഉണ്ടാക്കാൻ കഴിയും. കാരണം അവൻ ഭാവി മുഴുവനും അറിയാം. അവൻ എൻ്റെ ഇഷ്ടം എന്താണെന്നറിയാം. ഞാൻ എങ്ങനെയുള്ള ഒരാളാണെന്ന് അവനറിയാം. അതുപോലെ അവിടെയുള്ള അപകടങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, എനിക്കായി നല്ലൊരു പദ്ധതി, അതിനേക്കാളും നല്ലൊരു പദ്ധതി എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഒരിക്കൽ ഞാനത് തിരിച്ചറിഞ്ഞാൽ, അതാണ് വിശ്വാസം. ദൈവത്തിന്റെ ജ്ഞാനത്തിലുള്ള വിശ്വാസം. അത് നിങ്ങളെക്കാൾ വലിയതാണ്. വിശ്വാസം അത്ര ബുദ്ധിമുട്ടുള്ളതല്ല. ദൈവത്തിന്റെ ജ്ഞാനം നിങ്ങളുടെ ജ്ഞാനത്തെക്കാൾ വലുതാണെന്ന് വിശ്വസിക്കുക ബുദ്ധിമുട്ടാണോ? ദൈവം നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു എന്ന് വിശ്വസിക്കുന്നത് ബുദ്ധിമുട്ടാണോ? ദൈവം സർവശക്തനാണെന്ന് വിശ്വസിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും അവന് നിയന്ത്രിക്കാൻ കഴിയുമെന്ന് വിശ്വാസം എന്ന് പറഞ്ഞത് അതാണ്. കർത്താവിനെ ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് നിന്റെ പദ്ധതിയെ ഞാൻ തിരഞ്ഞെടുക്കുന്നു. എന്റെ പദ്ധതിയേക്കാൾ അധികം നിന്റെ പദ്ധതിയെ. അതാണ് നമ്മളെ പഠിക്കേണ്ടത്. ഒന്നാമത്തെ 2-3 അധ്യായങ്ങളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന്. ഞാൻ ഇവിടുന്ന് തുടങ്ങാനുള്ള കാരണം, ഞാൻ കണ്ടു അനേക ക്രിസ്ത്യാനികൾ, അവർക്ക് പ്രശ്നം ഉണ്ടാകുന്നത് കാരണം അവര് ദൈവത്തിന്റെ ഉദ്ദേശം മനസ്സിലാക്കുന്നില്ല. അവർ വിശ്വസിക്കുന്നില്ല ദൈവത്തിന്റെ പദ്ധതി ഉത്തമമാണ്. അവരവർക്കായിട്ടുണ്ടാക്കുന്ന ഏത് പദ്ധതിയെക്കാളും അവർ വിശ്വസിക്കുന്നില്ല ദൈവം അവർക്കായിട്ട് കരുതുന്നുണ്ടെന്ന്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് കാര്യത്തിനും എപ്പോഴും, എല്ലാ കാലത്തും, ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടോ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ആവശ്യങ്ങളിലും, നിങ്ങളുടെ മുഴുവൻ ജീവിതത്തിലും എപ്പോഴും ആ കാര്യം നിറവേറ്റാനായിട്ട് ദൈവം ഒരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. അതറിയുന്നത് തന്നെ ആവേശഭരിതനാക്കുന്നു. എന്റെ ഭാവി ജീവിതത്തിൽ ഞാൻ എന്തൊക്കെ നേരിട്ടാലും അതെന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല അടുത്ത ആഴ്ചയോ അടുത്ത മാസമോ. എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, അതെന്തു തന്നെയായിരുന്നാലും മുമ്പേ ദൈവം അതിനായിട്ടൊരു പരിഹാരം കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ മനോഹരമായ വാക്യം അറിയാമോ? സങ്കീർത്തനം 112. അതിങ്ങനെയാ വായിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സങ്കീർത്തനമാണ് 112-ാമത്തെ സങ്കീർത്തനം. കാരണം ഇത് പറയുന്നു, ദൈവത്തെ അനുസരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ എത്ര അനുഗ്രഹീതനാണ്. അവന്റെ കൽപ്പനകളെ ഇഷ്ടപ്പെടുകയും ആചരിക്കുകയും ചെയ്യുന്നു. സങ്കീർത്തനം 112:7 പറയുന്നത്, ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല. നമ്മളിൽ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം ചില വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ നന്നായിരിക്കുകയില്ല. എന്തുകൊണ്ടാണ് നാം ഭയപ്പെടാതിരിക്കുന്നത്? ദൈവം അതിനൊരു പരിഹാരം, ചില കാര്യങ്ങൾ അത് പരിഹരിക്കാനായിട്ട്. ഇങ്ങനെ ലോകത്ത് ജീവിക്കുന്നത് മനോഹരമായൊരു കാര്യമല്ലേ? ഇങ്ങനെ പറയുക, എൻ്റെ ജീവിതത്തിന്റെ അവസാനം വരെ എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ വരുന്നത് എനിക്കറിയില്ല, എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, എന്ത് തന്നെ വന്നോട്ടെ ദൈവം അതിനായിട്ടൊരു പരിഹാരം കണ്ടിട്ടുണ്ട്. ഞാനത് കണ്ടത് ഉൽപ്പത്തി 2-ലാണ്. ആദാമിന്റെ എല്ലാ ആവശ്യത്തിനും ദൈവത്തിന്റെ ഒരു പരിഹാരം ഉണ്ടായിരുന്നു. അതെന്നെ പഠിപ്പിക്കുന്നു വേദപുസ്തകത്തിന്റെ ആദ്യ അധ്യായങ്ങളിൽ നിന്ന് തന്നെ. അവൻ എൻ്റെ ആവശ്യങ്ങൾ അറിയാം, അതിനവനെ പൂർണ്ണമായിട്ട് ഒരു പരിഹാരം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ദൈവത്തെക്കുറിച്ച് തെറ്റായി പിശാച് ചിത്രീകരിക്കുന്ന ആ കാര്യം നമുക്ക് വിട്ടുകളയാം.
നമുക്ക് തിരിച്ചറിയാം, ദൈവം നിങ്ങളുടെ ഏറ്റവും നന്മയാണ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സമർപ്പിച്ചു കൊടുത്ത് നിന്റെ ഇഷ്ടം ജീവിതത്തിൽ നടക്കണമെന്ന് പറയാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.